മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഒരിക്കൽ ഏതോ ഒരു ദിവസം ഹെറ്ററോ സജഷനിൽ പ്രതിപാദിച്ചൊരു ശ്ലോകമാണ്. പക്ഷേങ്കിലും ഒരു 4 വരി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് പുതുതായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രാരബ്ധത്തെ ഖനലു വിഘ്ന ഭയേന നീചൈ പ്രാരഭ്യ വിഘ്ന നിഹത വിരമന്തി മധ്യ വിഘ്നൈ പുനരതി പ്രതിഹന്യമാന പ്രാരാബ്ധമുത്തമ ജന നപരിത്യജന്തി. അതിൻ്റെ മലയാളം: തുടങ്ങുന്നതിന് മുൻപ് തടസ്സം പേടിച്ച് പിന്മാറുന്ന ജനത്തെയും കാണാം, ആരംഭിച്ച് തടസ്സത്താൽ പേടിച്ച് പാതി വഴി പിന്മാറുന്ന ജനത്തെയും കാണാം. തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാലും ഉത്തമ ജനത തീരുമാനിച്ച കർമ്മം ഉപേക്ഷിക്കുന്നതല്ല. അതായത് നാം മനസ്സിലാക്കി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഏത് വഴിയാണോ പോകേണ്ടത്, അതിനായി എന്താണോ ചെയ്യേണ്ടത് എന്ന് അവനവൻ്റെ മനസാക്ഷി കൊണ്ടും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ബോധ്യമായ കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം നേടുന്നതിനും നിലനിർത്തുന്നതിനും വർദ്ധിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആവശ്യമാകുന്നത്. നേടുന്നതിനും വർദ്ധിക്കുന്നതിനും പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും, നമുക്കത് നീതിയെന്നോ അനീതിയെന്നോ തോന്നിയാലും, അധർമ്മമെന്നോ ധർമ്മമെന്നോ തോന്നിയാലും, പ്രപഞ്ച നിയമം, പ്രകൃതി നിയമം, ഈ ലോകത്തിലെ നിയമം 10% മനുഷ്യർ മാത്രമേ ധനികരാകൂ എന്നുറപ്പുള്ള ലോകമാണിത്. 90% മനുഷ്യരും സാമ്പത്തിക യാത്രയിൽ പിന്തള്ളപ്പെടുമെന്ന് ഉറപ്പുള്ള ലോകമാണിത്. അതിനാൽ തന്നെ എല്ലാ മാനസികമായ ഒഴിവുകഴിവുകളും ഉഴപ്പുകളും എല്ലാത്തരം മാനസികമായ ഒഴിവുകഴിവുകളും ഉഴപ്പുകളും മാറ്റിവെച്ച് ഇവിടെ പറയുന്നത് കൊണ്ട് പോലുമല്ല, അവനവൻ്റെ മനസാക്ഷിക്ക് ഇത് സത്യമെന്ന് ബോധ്യമായ കാര്യങ്ങൾ നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും, നമ്മുടെ ആദ്യ ക്ലാസ്സുകളിലും, നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും, ഓരോ ദിവസത്തെ ഹെറ്ററോ സെഷനിലും എല്ലാം പറയുന്ന കാര്യങ്ങൾ അതൊന്നും അപ്പാടെ എടുക്കണമെന്ന് പലപ്പോഴും ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്തുകയല്ല. പലപ്പോഴും ഇതങ്ങോട്ട് വിശ്വസിക്കൂ, ഇത് ചെയ്യൂ. ഇവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ പിന്മാറാതിരിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ആഹ്വാനം, എൻ്റെ ആഹ്വാനം. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും സത്യമെന്നും ശരിയെന്നും നോക്കൂ. ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം സാമ്പത്തികം എന്നത്, പണസമ്പാദനം എന്നതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്, അതൊരു മൈൻഡ് ഗെയിമാണ്, അതൊരു മനഃശാസ്ത്ര ഗെയിമാണ്, മനസ്സിൻ്റെ ഗെയിമാണ്, അതല്ലാതെ ശാരീരിക ഗെയിമല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകും തോറും നാം പുതിയ കാഴ്ചകൾ കാണാൻ തുടങ്ങും, പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. എന്തിനു വേണ്ടിയുള്ളത്? പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ളത്. കാരണം ഈ പണം നന്മയല്ല, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാകില്ല തുടങ്ങിയ ചിന്തകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ പണം ഉള്ളവർക്ക് ഉറങ്ങാൻ കഴിയില്ല, പണമുള്ളവർക്ക് സമാധാനം ഉണ്ടാകില്ല തുടങ്ങിയ ചിന്തകളൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ അപ്പം ബോസിന് സമാധാനം ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ ഉപബോധ മനസ്സ് പണത്തിൽ നിന്ന് നമ്മെ അകറ്റും. അപ്പോൾ അത്തരം കൊച്ചു കാര്യങ്ങളിൽ, മാനസികമായ കൊച്ചു കാര്യങ്ങളിൽ മാറ്റം വരുത്തി ആ യഥാർത്ഥ മൈൻഡ് സെറ്റിലേക്ക്, യഥാർത്ഥ ചിന്തയിലേക്ക്, യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മൈൻഡ് മാറുമ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് മനുഷ്യർ കഠിനാധ്വാനം, ആ മേഖല ഈ മേഖല അല്ല. ഏത് മേഖലയിലും പണമുണ്ടാക്കുന്നവരുമുണ്ട്, ഏത് മേഖലയിലും പണമുണ്ടാക്കാൻ കഴിയാത്തവരുമുണ്ട്. കഠിനാധ്വാനികളും ബുദ്ധിശാലികളും ആയുഷ്കാലം മുഴുവൻ പണം നേടാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരുണ്ട്. കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ ആയുഷ്കാലം മുഴുവൻ പണം നേടുന്നവരുണ്ട്. പറഞ്ഞു വന്നത് എന്തെന്നാൽ ആ കാഴ്ചപ്പാടിലേക്ക്, ആ അകക്കണ്ണിൻ്റെ കാഴ്ച ശരിയായി മാറുമ്പോൾ, അതാണ് മൈൻഡ് സെറ്റ്, അത് ശരിയാകുമ്പോൾ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളിലേക്ക് നാം അറിയാതെ നമ്മെ എത്തിക്കും. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മിലേക്ക് ആ മാർഗ്ഗങ്ങൾ, ആ വഴികൾ വന്നു ചേരുകയും ചെയ്യും. ഒരുപക്ഷെ നമുക്കിപ്പോഴുള്ള മേഖലയിൽ തന്നെ നാം ഇതുവരെ ചിന്തിക്കാത്ത അത്ഭുതകരമായ രീതിയിൽ ഓപ്പണിങ്സ് കിട്ടും, തുറവികൾ കിട്ടും. പണം നമ്മിലേക്ക് വന്നു ചേരും, നാം പണത്തിലേക്ക് എത്തുകയും ചെയ്യും. അവിടെയാണ് പിന്മാറാതെ പലരും തുടങ്ങുന്നതിന് മുൻപേ ഇതൊന്നും നടക്കില്ല എന്നുള്ള ദുർവാശികളോടെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. ചിലരൊക്കെ തുടങ്ങിയതിന് ശേഷം കുറേ കാലം കഴിയുമ്പോൾ മടുത്തുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് കരുതി പിന്മാറും. അവിടെയാണ് ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്ന ഉത്തമ ജനത പിന്മാറാതെ മുന്നോട്ട് പോകും. അവർക്ക് ആ ശരിയായ പാതകൾ തുറന്നു കിട്ടുകയും അവർ ആ പാതയിലേക്ക് എത്തുകയും അവരിലേക്ക് ആ പാത വന്നു ചേരുകയും, ആ 2 പ്രോസസ്സും ഒരുപോലെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതായത് ഇത് പിന്മാറാതെ പോകാമെന്ന് ഉറച്ച തീരുമാനമെടുത്ത് മുന്നേറുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ സംഭവിച്ച് കാണാറുമുണ്ട്. ഇവിടെയാണ് ആ ഒരു ആധുനിക മനഃശാസ്ത്രത്തിലെ ആ ഒരു ഫാക്ടർ, ആ ഒരു വസ്തുത, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഇവിടെ ഉത്തമ ജനത എന്നാണെങ്കിൽ അവിടെ യോഗ്യരായവരുടെ അതിജീവനവും ഉപജീവനവുമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. യോഗ്യരായവരുടെ അതിജീവനവും ഉപജീവനവും. അപ്പോൾ നിങ്ങളും അകക്കണ്ണ് തുറന്നൊന്ന് കാണുക. അവനവൻ്റെ ഉള്ളിൽ ബോധ്യമായ കാര്യങ്ങൾ വിട്ടുകളയാതെ, ചിലർക്ക് വളരെ അപൂർവമായിട്ടാണെങ്കിൽ ചിലർക്ക് വീണ്ടും ഈ ധാർഷ്ട്യങ്ങളും മുൻവിധികളും ഒന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ
മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ജൽപ്പിക്കുന്നവരെയും ഇപ്പോഴും കാണാൻ കഴിയാറുണ്ട്. അതിലൊന്നും നാം പെട്ടുപോകരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യബോധത്തിൻ്റെ കാണുക, ശരിയായ കാഴ്ചകൾ കാണുക, ശരിയായ അറിവുകളെങ്കിലും ഉൾക്കൊള്ളുക. ഇപ്പം നിങ്ങൾക്ക് കാര്യം അറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവർക്കും കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. സ്വയം ചിന്തിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിൽ നിന്ന് സത്യത്തെ ഉൾക്കൊള്ളുക, അതിൻ്റെ സത്യത്തെ സ്വീകരിക്കുക. അത് നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും.